Dear friends, once again welcome back to Happy Life TV. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, അയൽവാസികളിൽ, പരിസരങ്ങളിൽ പ്രായമുള്ള രോഗികളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്വന്തമായി നടക്കാനോ ഇരിക്കാനോ കഴിയാത്ത ധാരാളം ആളുകളുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിലടക്കം അങ്ങനെയുള്ള ആളുകളുണ്ട്. ആ ആളുകൾ എന്താണ് നമ്മിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? നമ്മുടെ സമ്പത്ത്, നാം കൊടുത്തയക്കുന്ന സമ്മാനങ്ങൾ, അവരെക്കുറിച്ചുള്ള അവരുടെ സാന്നിധ്യത്തിൽ നാം പറയുന്ന ഏതാനും ഡെക്കറേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ, ഇതിനൊക്കെ അപ്പുറത്ത് അവർ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമയമാണ്. അത്തരം ആളുകൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട സമയം, ദ മോസ്റ്റ് പ്രഷ്യസ് കമ്മോഡിറ്റി ഇൻ ദ വേൾഡ്, ടൈം ആകുന്നു. ആ സമയം അവർക്ക് വേണ്ടി ചെലവഴിക്കുക എന്നതാണ്. അവരുമായിട്ട് കഥ പറഞ്ഞിരിക്കുക. അവർ പ്രായമുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റി കോമ സ്റ്റേജിൽ കിടന്നതിന് ശേഷം ഇപ്പോൾ റിക്കവറായി വന്ന ആളുകളാണെങ്കിൽ, സ്വന്തമായിട്ട് അരക്ക് താഴെ ചലിപ്പിക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ, അവർ ആ ഒരു 4 ചുമരുകൾക്കുള്ളിൽ സ്വപ്നങ്ങളെല്ലാം എരിഞ്ഞടങ്ങി ഒന്നുമില്ലാത്ത കറുത്ത ദിനരാത്രങ്ങളായി അവരിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്ന് സംസാരിച്ച് പ്രതീക്ഷയുടെ ചില പൊതുനാമ്പുകൾ അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതിനേക്കാളും വലിയ സമ്പത്ത് വേറെ ഒന്നുമില്ല. അത്തരം ആളുകളെടുത്ത് പോയിട്ട് ധാരാളം സംസാരിക്കുക. പ്രായമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പണ്ടത്തെ ധാരാളം കഥകൾ അവർക്ക് പറയാനുണ്ടാവും. ആ കഥകൾ അവർ പറയുക, നമ്മൾ കേൾക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, അവർ വീണ്ടും വിശദീകരിക്കുക. അപ്പോൾ അവർക്കൊരു ഫീലിംഗ് വരും, വി ആർ നീഡഡ്, ഞങ്ങൾ ഇവർക്കൊക്കെ ആവശ്യമുണ്ട് എന്നൊരു ഫീലിംഗ് വരും. അങ്ങനെ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഈ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഫീലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ രോഗം സുഖപ്പെടാനും അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാനും വലിയ ഊർജ്ജമായിരിക്കും നൽകുക. അതുപോലെ തന്നെ ഔട്ടിങ്ങിന് കഴിയുന്നിടത്തോളൊക്കെ അവർ ഔട്ടിങ്ങിന് പോവുക. വീൽ ചെയറിലിരിക്കുന്ന ആളുകളാണെങ്കിലും വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് തന്നെ കാറിലൊക്കെ കയറ്റി അവരെ നമ്മൾ ഈവനിങ്ങിൽ മലയുടെ പരിസരങ്ങളിൽ, അല്ലെങ്കിൽ മലയുടെ മുകളിലേക്ക് കാറ്റ് കൊള്ളാൻ വേണ്ടി പുഴയുടെ തീരത്തേക്ക്, തോട്ടിൻ്റെ നല്ല മനോഹരമായ കാഴ്ചകളുള്ള സ്ഥലങ്ങളിൽ അവിടെ, അതല്ലെങ്കിൽ ബീച്ചിലേക്ക് ഒക്കെ അവരെ കൊണ്ടുപോയി ആ ബീച്ചിലുള്ള ആ തിരമാല ഇങ്ങനെ വരുന്ന സമയത്ത് അത് ഇവരുടെ കാലുകളിലൂടെ ഇങ്ങനെ കയറി പോകുന്ന അത്രമാത്രം ആ ബീച്ചിലേക്ക് അവരെ കൊണ്ടുപോയി ആ കാറ്റൊക്കെ കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കുറിക്കാനൊക്കെ കഴിയുന്നവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒരു ഈവനിങ് അവരുടെ കൂടെ ചിലവഴിച്ചാൽ ഒരു 6 മാസം ജീവിക്കാനുള്ള ഊർജ്ജം അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അവർക്ക് നമ്മുടെ ടച്ച് അത്യാവശ്യമാണ്. നമ്മുടെ സ്നേഹത്തോടു കൂടിയുള്ള കരസ്പർശത്തിന് ആ ആളുകളുടെ ശരീരത്തിൽ വലിയ ഹീലിംഗ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നതാണ്. വലിയ രീതിയിൽ അവരുടെ രോഗം സുഖപ്പെടാൻ അത് കാരണമാകും. അപ്പോൾ മനസ്സിലാക്കുക, ഇത്തരം ആളുകൾക്ക് വേണ്ടത് ഞാൻ പണം അയക്കാം, ഞാൻ എല്ലാ മാസവും പണം അയക്കാറുണ്ട് അമ്മയ്ക്ക്, പോരാ. പണം ഒരുപക്ഷെ നാട്ടുകാർ പിരിച്ചും കൊടുത്തേക്കാം. പണത്തിന് മാത്രമല്ലടാ അമ്മക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിന് കൊടുക്കേണ്ടത് പണം മാത്രമല്ല, നമ്മുടെയൊക്കെ സ്നേഹമാണ്, നമ്മുടെയൊക്കെ സമയമാണ്, ഒന്നിച്ചിരിക്കലാണ്, പാട്ട് പാടലാണ്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കലാണ്, ഔട്ടിങ്ങിന് പോവുകയാണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് വലിയ രീതിയിൽ രോഗശമനത്തിനും അത് ദീർഘ ആയുസ്സിനുമൊക്കെ അത് കാരണമാകുമെന്ന് വ്യത്യസ്തമായ പഠനങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജിയുമായി ബന്ധപ്പെട്ട പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് തണലേകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബി വിത്ത് us, ഹാപ്പി ലൈഫ് TV.